ഹായ്. ഇന്ന് നോമ്പിന്റെ രണ്ടാമത്തെ ദിവസാ. ഇന്ന് മഗ്‌രിബിന്റെ ടൈമായി. ഇന്ന് എന്തൊക്കെയാ നടന്നതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കിയാലോ. സെറ്റ് രണ്ടാമത്തെ നോമ്പ് പറയാ. ഇന്നലെ ഫസ്റ്റ് ഡേ. ഇന്നലെ ഞാൻ എടുത്തിട്ടൊന്നുമില്ല. ഇന്ന് സെക്കൻഡ് ഡേ അല്ലേ. നമുക്ക് സെക്കൻഡ് ഡേ സ്പെഷ്യലാണ്. കാണിച്ചു തരാം. ഞാൻ സഹായിക്കാൻ വേണ്ടി വരും. എന്തായാലും അവിടെ വെറുതെ വെക്കാൻ പറ്റില്ല, സഹായിക്കേണ്ടി വരും. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു ചെറിയ പ്രത്യേകതയും കൂടിയുണ്ട്. ഈ ഒരു പുതിയ മിക്സി വാങ്ങിച്ച ദിവസമായത്. സംഭവം നമ്മൾ ഉമ്മ കുറേ കാലമായിട്ട് എന്താ പറയുക ഒരേ മിക്സിയിലാണ് അടിക്കുന്നത്. അപ്പോൾ ഞാനും അനിയനും കൂടിയിട്ട് പറഞ്ഞൊരു പുതിയ മിക്സി വാങ്ങിപ്പിച്ചതാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലും കൂടിയാ ഈ നോമ്പിന്. കഴിഞ്ഞ കൊല്ലം വരെ നമ്മൾ ഏകദേശം കുറേ കൊല്ലം യൂസ് ചെയ്തൊരു മിക്സി ചെയ്യുന്നു. ആ ഒരു സന്തോഷത്തിലേ. അനക്ക് പിന്നെ ഈ ഒരു ടൈമിൽ നമ്മളെ എന്താ പറയുക അടുക്കളയിൽ ഇറങ്ങിയാലും എൻ്റെ ഇവിടെ ഫുള്ള് പണിയായിരിക്കും. പണിയെടുത്തിട്ടില്ലെങ്കിൽ നല്ല ചീത്ത കിട്ടാണ്ട് അടുക്കളയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങൂല. പിന്നെ അന്നത്തെ ദിവസം ഉമ്മക്ക് നല്ല ദേഷ്യം ഉണ്ടാവും പണിയെടുത്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഉമ്മാനെ പണിയെടുക്കാൻ വേണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചില്ലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന. പിന്നെ ഭയങ്കര ചില്ലാവാൻ വേണ്ടി മാത്രമേ അവിടെ ഇപ്പുറത്ത് എക്സാം ഉണ്ട്. +2 മെയിൻ എക്സാം മാർച്ച് 6. എൻ്റെ റബ്ബേ, അതിൻ്റെ ഇടയിൽ എന്താ പറയുക നോമ്പും. ഈ എക്സാമും നോമ്പും കൂടി വെച്ചവനാ ഞാൻ. എന്ത് ചെയ്യാൻ അല്ലേ. നമ്മൾ +2 സ്റ്റുഡൻസ് എക്സാമിൻ്റെ നട്ടുച്ച വെയിലത്ത് നോമ്പും നോറ്റി. എൻ്റെ റബ്ബേ, ആലോചിക്കാൻ കഴിയുന്നില്ല. ഇന്ന് വൈകുന്നേരം നമുക്ക് വേറൊരു പരിപാടിയാണ്. ഈ വത്തക്കെല്ലാം വാങ്ങിക്കാണ്ട് നമുക്ക് നോമ്പ് തോറ കംപ്ലീറ്റ് ആവില്ലല്ലോ. വത്തക്ക സ്നേഹം നമുക്ക് വലിയ ഇഷ്ടമായി. എന്താ പറയുക, നമ്മളെ സ്കൂട്ടറിൽ ഓടിച്ചിട്ട് പഠിക്കൽ. അപ്പം കുറേ കാലത്ത് ആഗ്രഹമായതുകൊണ്ട് ഉമ്മ പഠിക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ സ്കൂട്ടർ ഓടിക്കലിൽ ഭയങ്കര സ്കൂട്ടർ ഓടിക്കുന്ന ആളായിട്ടല്ല ഉള്ളത്. മാത്രം വത്തക്ക എല്ലാവർക്കും വേണ്ടുള്ളൂ. വത്തക്കെല്ലാം മുറിച്ച് വത്തക്ക ജ്യൂസെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നു. ഇന്നത്തെ ദിവസം നമ്മുടെ കേരളയിൽ വത്തക്ക ഇല്ലാണ്ട് നോമ്പ് തുറക്കുന്ന വീടുണ്ടാ? ഇന്നത്തെ ദിവസം ആരാ വത്തക്ക ഇല്ലാണ്ട് നോമ്പ് തുറന്നേ? പറ. എല്ലാ വീട്ടിലും ഉണ്ടാവില്ല ഒരു വത്തക്ക കഷ്ണം ഇല്ലാണ്ട് നോമ്പ് തുറ. പിന്നെ ഈ റൂഹ് സംഭവം നിങ്ങൾക്ക് അറിയോ? എല്ലാവർക്കും അറിയാം. വത്തക്ക മെയിന്. മൂത്തമ്മേൻ്റെ വീട്ടിൽ പോയാൽ എപ്പോഴും ഉണ്ടാവും റൂഹ്. പിന്നെ വീട്ടിലെല്ലാം എന്തെങ്കിലും ഒരു ചക്ക പറിച്ചിനേനു. അന്ന് നോക്കി വെക്കുമ്പോ നമ്മളെ ബാങ്ക് കൊടുത്തടാ. ബാങ്ക് എന്താ പറയാ കൊടുത്തത് കേൾക്കാൻ വേണ്ടി പുറത്ത് പോയി നോക്കുന്ന. ഉമ്മ ചോദിച്ചാ എടാ കൊടുത്താ ഒന്ന് വേഗം പോയി നോക്ക് പുറത്ത്. അപ്പൊ നോക്കിയാവോ ബാങ്ക് കൊടുക്കുന്ന എല്ലാവരും കൂടി ഇരുന്ന്. എൻ്റെ അനിയനെ കാണാനില്ല, അദ്ദേഹം എവിടെയോ പോയിരിക്കുന്നു. എന്താ പറയാ ഓന് നോമ്പ് തുറക്കുകൊണ്ട് എവിടെയോ പോയിരിക്കുന്നേ. ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്ന് കുടിച്ചു നോക്ക്. ഹെയ്യോ ബ്രോ, എന്താടാ ഇത്? മതി. നീ ഇതാക്കുന്നില്ല, കുടിക്കുന്നില്ല? നല്ല അടിപൊളി ഇതാട്ടാ ഈത്തപ്പഴട്ടാ. ശരിക്കുള്ള അനിയന്മാര്. നല്ല രസമില്ലടാ ഈത്തപ്പഴം ഇപ്രാവശ്യത്തെ സാധാരണ. അങ്ങനെ സുഹൃത്തുക്കളെ, കുറേ ഭക്ഷണം തിന്ന് കിടക്കാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന എൻ്റെ ബ്രദർ ഒരു ഫ്ലാറ്റായ ആളെ ഞാൻ ക്യാപ്ചർ ചെയ്തിരിക്കുന്നു. ഭക്ഷണം തിന്ന് ഫ്ലാറ്റായി ശ്വാസം മുട്ടി കിടന്നിറങ്ങുന്നറിയാന്നെ.
എന്താണ് താങ്കളുടെ ഇന്നത്തെ ഫുഡിനെ കുറിച്ചുള്ള വിശദീകരണം? തോണ്ടി. അപ്പോ ഇതാണ്ട് കുറെ കാലത്തിന് ശേഷമല്ല എന്താ പറയാ വ്ളോഗ് പോലത്തെ സംഭവമാണ്. ഞാനിതിന് മുന്നേ കുറെ കാലം മുന്നേ ഇതിങ്ങനത്തെ ഒരു സംഭവം ഇട്ട്. അപ്പോൾ ഇന്ന് ഏകദേശം ഇപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ നോമ്പെല്ലാം തുറന്ന് ഇപ്പോൾ എല്ലാവരും നിസ്കരിക്കെല്ലാം പോകുന്ന ടൈമാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അസ്സലാമു അലൈക്കും, ബൈ.